അത്യുജ്വലമായ രാഷ്ട്രീയ സമരമാണ് ആശമാർ നടത്തിയതെന്ന എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. ആശാസമരവും കേരയിൽ വിരുദ്ധ സമരവും LDF സർക്കാരിന്റെ പതനത്തിന് കാരണമായെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ പറഞ്ഞു. 266 ദിവസം മഞ്ഞത്തും മഴയത്തും വെയിലത്തും കോരിച്ചൊരിയുന്ന മഴയത്തും മഴ നനയാതിരിക്കാൻ വേണ്ടി ഒരു ടാർപ്പാളിൻ പിടിക്കാൻ പോലും അനുവദിക്കാതെ ക്രൂരമായ നിലയിൽ പ്രാകൃതമായ നിലയിൽ ഒരു സമരത്തെ അടിച്ചൊതുക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ അധികാരത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്തു എന്നുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിനെ വേദനിപ്പിച്ച അനുഭവമാണ്. അതിന്റെ അനന്തര ഫലമാണ് സത്യത്തിൽ കേരളത്തിൽ ശ്രീ V.D. സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മാറ്റം ചെയ്യപ്പെട്ടുവെങ്കിൽ അതിൽ നിർണായകമായ സ്വാധീനം ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആശാപ്രവർത്തകരുടെ സമരം ഉജ്ജ്വലമായ പോരാട്ട വിജയമാണെന്ന് മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. സമരത്തിനൊപ്പമുണ്ടായിരുന്നത് ജനങ്ങളായിരുന്നുവെന്നും സമരം കണ്ടില്ലെന്ന് നടച്ചവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ മറുപടിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ സർക്കാർ ആശമാരുടെ കണ്ണീർപ്പുഴയിലാണ് ഒലിച്ചുപോയതെന്നും പ്രേംകുമാർ വിമർശിച്ചു. ഒരുപാട് പേർ നിരന്തരം നിങ്ങളെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ തളർന്നു പോകാതെ നിങ്ങൾ ഈ സമരം തോന്നുകൊണ്ടേയിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു വിജയത്തിന്റെ നിമിഷമാണ് ഇന്നിപ്പോ ഇവിടെ ആഘോഷമായി മാറുന്നത്. നിങ്ങളുടെ ഈ സമരത്തിനൊപ്പം സമൂഹം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട്. ഇന്ന് അത് തിരിച്ചറിയാതെ പോയ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അത് കാണാതെ പോയ കണ്ടില്ല എന്ന് നടിച്ചവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്. നിങ്ങളെ അവഗണിച്ച പലപ്പോഴും അപഹസിച്ച ഒരു മുൻ ഗവൺമെന്റ് ഇവിടെ നിന്ന് ഒഴുകിപ്പോകുമ്പോൾ ആ ഒഴുകിപ്പോകുന്നതിന് നിങ്ങൾ പാവപ്പെട്ട ഈ സഹോദരന്മാരുടെ കണ്ണുനീരിന്റെ പുഴ ആണ് അത് ഒഴുക്കിക്കളഞ്ഞത് എന്ന് ഞാൻ പറയും. ആശാസമരവും സിൽവർ ലൈൻ വിരുദ്ധ പ്രക്ഷോഭവും ഇടതു സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണമായെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പാർലമെന്റിൽ ആശാസമരം നിരവധി തവണ ഉന്നയിച്ചു. ആശമാരുടെ ആവശ്യങ്ങൾ UDF സർക്കാർ പൂർണ്ണമായി നടപ്പിലാക്കും. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചവർക്ക് UDF ഉണ്ടെന്ന് ആശമാർ മറുപടി നൽകിയെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയത്, അതായത് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ആ സ്വപ്നം തകർത്തത് ആശാസമരവും സിൽവർ ലൈൻ സമരവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും ജനദ്രോഹമായ പദ്ധതിയാണ് സിൽവർ ലൈൻ. ആ സിൽവർ ലൈൻ അതിനായി ആയിരക്കണക്കിന് ആളുകളാണ് അണിഞ്ഞത്. അതിലൊരു ആശാ വർക്കർമാരുടെ സമരം. ഈ രണ്ട് സമരങ്ങളെയും ചെറുതായി കണ്ട ഒരു ഗവൺമെന്റിന്റെ പതനമാണ് നമ്മൾ കണ്ടുവരുന്നത്.